സൗപർണിയുടെ ടച്ചോടുകൂടി ഇന്നത്തെ മത്സരം ആരംഭിക്കുകയാണ്. കേരള യുണൈറ്റഡ് വേഴ്സസ് ലോർഡ്സ് ഓഫ് കൊച്ചി മത്സരമാണ്. ദിയയിലേക്ക് വൈഗ നേരെ രേഷ്മ പിയിലേക്ക്. രേഷ്മ പി തുടർച്ചയായ 5ാമത്തെ മത്സരത്തിലും ഗോൾ കണ്ടെത്തുകയാണ് രേഷ്മ പി. ഏറ്റവും വേഗത്തിൽ ഗോൾ അടിക്കുന്ന ആദ്യത്തെ താരമായി മാറുകയാണ് കേരള യുണൈറ്റഡിന് വേണ്ടി രേഷ്മ പി. ഐ ഡോണ്ട് നീഡ് ദ ബെസ്റ്റ് ഹെയർ സ്റ്റൈൽ ഓർ ദ ബെസ്റ്റ് ബോഡി. Just give me a ball at my feet and I will show you what can I do. Reshma P. തുടർച്ചയായ 5ാമത്തെ മത്സരത്തിലാണ് ഗോൾ കണ്ടെത്തുന്നത്. ഈസിയായി തന്നെ ഫിനിഷ് ചെയ്തുകൊണ്ട് കേരള യുണൈറ്റഡിന് 21ാമത്തെ മിനിറ്റിൽ ലോർഡ്സ് ഓഫ് കൊച്ചിയുടെ പരിശീലകന് ഒരു മഞ്ഞ കാർഡ് ലഭിച്ചിരിക്കുകയാണ്. മത്സരത്തിൻ്റെ 38ാമത്തെ മിനിറ്റിൽ നിലവിൽ റഫറിയോട് തർക്കിച്ചതിനെ തുടർന്നാണ് ഒരു മഞ്ഞ കാർഡ് ലഭിച്ചിരിക്കുന്നത് അവരുടെ മുഖ്യ പരിശീലകൻ സോളി സേവിയറിന്. അങ്ങനെ ഒരു ബാക്ക് പാസ് കൊടുത്തുകൊണ്ട് അറ്റാക്കിനുള്ളൊരു ശ്രമമാണ് അവിടെ നടത്തുന്നത് ലോർഡ്സ് ഓഫ് കൊച്ചി. 7ാമത്തെ ഗോളാണ് രേഷ്മ പിയുടെ ബൂട്ടിൽ നിന്നും വരുന്നത്. ലോർഡ്സ് ഓഫ് കൊച്ചിക്കെതിരെ മത്സരത്തിൻ്റെ 53ാമത്തെ മിനിറ്റിൽ രേഷ്മ പി അടിക്കുന്നു. രേഷ്മ പിയുടെ 7ാമത്തെ ഗോളും മത്സരത്തിൻ്റെ 2ാമത്തെ ഗോളും. ഈസ്റ്റ് കേരള വുമൻസ് ലീഗ് 2024-2025 സീസണിൽ രേഷ്മ പി അടിക്കുന്ന 7ാമത്തെ ഗോളാണ്. കുതിച്ചു പായുന്ന തീവണ്ടിക്കൊപ്പം സഞ്ചരിക്കുകയാണ് രേഷ്മ പി. നിയന്ത്രണമിട്ട വണ്ടികളെപ്പോലെ പായുകയാണ് രേഷ്മ പി. കൊച്ചി നടത്തുകയാണ് ആഷ്മി റോബർട്ട്. അലീന ടോണിയിലേക്ക്. അലീന ഇത്തവണയും പന്ത് നിയന്ത്രിച്ച് നിർത്താൻ കീപ്പർക്ക് സാധിക്കുന്നില്ല. ഒരു ഗോൾ കിക്കിന് പകരം ഒരു കോർണർ കിക്കിലോട്ട് പോയിരിക്കുകയാണ് ദേവാൻഷനയുടെ ടച്ചിൽ നിന്നും. മത്സരത്തിൻ്റെ 56ാമത്തെ മിനിറ്റിൽ ഗോൾ കീപ്പറുടെ ചെറിയൊരു പിഴവാണ്. അത് ഈസിയായി പിടിക്കാമായിരുന്നു, പക്ഷേ നിയന്ത്രിച്ച് നിർത്താനാകുന്നില്ല. കോർണർ കിക്കിലോട്ട് പോയിരിക്കുകയാണ്. ഒരു കോർണർ കിക്ക് ലഭിച്ചിരിക്കുന്നു കേരള യുണൈറ്റഡിന് മത്സരത്തിന് 56ാമത്തെ മിനിറ്റിൽ. ജാസ്മിൻ വരുന്ന കോർണർ കിക്ക് എടുക്കാനായി. ജാസ്മിൻ്റെ കോർണർ കിക്കാണ്. അവിടെ ഹെഡർ ക്ലിയറൻസ് നമുക്കവിടെ കാണാം. റിട്ടേൺ അലീന ടോണി നേടുന്ന 3ാമത്തെ ഗോൾ മത്സരത്തിൻ്റെ 56ാമത്തെ മിനിറ്റിൽ. കോമ്പിനേഷൻ എന്താണെന്ന് ഞാൻ പലതവണ സൂചിപ്പിച്ചു. മത്സരത്തിൻ്റെ 56ാമത്തെ മിനിറ്റിൽ അത് തെളിയിച്ചിരിക്കുകയാണ് ഇരുവരും തമ്മിൽ. ഏറ്റവും മികച്ചൊരു ഗോൾ തന്നെയാണ് അലീന ടോണിക്ക് നേടാൻ സാധിച്ചതും എന്ന ശ്രദ്ധേയമായ കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളതും. കളിക്കേണ്ടതാണ്. ആൻഡ് ഫൈനൽ വിസിൽ വന്നിരിക്കുന്നു. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് കേരള യുണൈറ്റഡ് ഈ മത്സരം കൈപ്പിടിയിൽ ഒതുക്കുകയാണ്. മത്സരത്തിൻ്റെ 21ാമത്തെ മിനിറ്റിൽ രേഷ്മ പിയും 53ാമത്തെ മിനിറ്റിൽ രേഷ്മ പിയും അതുപോലെ തന്നെ 56ാമത്തെ മിനിറ്റിൽ അലീന ടോണിയുമാണ് ഗോൾ നേടി. ഇരട്ട ഗോൾ നേടിക്കൊണ്ട് രേഷ്മ പി കളിയിലെ താരമായിരിക്കുകയാണ്.